വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS ആൻഡ് മാത്സ്. നമ്മൾ LBSന്റെ BCയുടെ എന്താണ് എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. അതായത് നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, ഈ വീഡിയോയിൽ കംപ്ലീറ്റ് സിലബസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം. ഈ ഒരു ഭാഗം വായിച്ചിരിക്കണം. ഫ്രീക്വന്റ് ആയിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞു, സൈറ്റ് എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം. എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്താ വരിക, സൈറ്റിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സിലബസിലേക്ക് കിടക്കാൻ പോവാണ്, തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇതിന്റെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് കോളേജ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യങ്ങളാട്ടോ. എക്സാം ഏതൊക്കെ രീതിയിലാണ് എക്സാം വരുന്നത് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, പ്രോസ്പെക്റ്റിൽ എന്താ പറയുന്നത് എന്നുള്ള കാര്യം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻടേക്ക് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ്. The institution shall confirm the number of seats made available for CAP through the institution portal frequently made available. Okay, കാറ്റഗറി എന്താണ്, കാറ്റഗറീഷൻ ഓഫ് സീറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെയും എങ്ങനെയാണ് വരുന്നത്, കേരളൈറ്റ് ആണെങ്കിൽ എങ്ങനെ, നോൺ കേരളൈറ്റ് ആണെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നുള്ളൂ കേട്ടോ. അക്കാദമിക് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. മിനിമം 45% നമുക്ക് എന്ത് വേണ്ടത്, മാർക്ക് വേണ്ടത്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വിൽ ബി ഫോം ഓഫ് റാങ്ക് ആയിരിക്കും. റാങ്ക് ലിസ്റ്റ് അപ്രൂവ്ഡ് ബൈ ദി ഡയറക്ടർ ആയിരിക്കും. റാങ്ക് ലിസ്റ്റ് നമ്മുടെ എന്ത് ചെയ്യണം, എൻട്രൻസ് എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് പുറത്തുവിടും. ആ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എന്ത് നടക്കുന്നത്, അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ, സെലക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് ലേക്കുള്ള സെലക്ഷൻ ഒക്കെ എങ്ങനെയാണ് എന്നുള്ള ആൾക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റെഡി. അപ്പൊ അതിനെന്ത് ചെയ്യണം, സ്റ്റുഡൻറ് ഷുഡ് ക്വാളിഫൈ ദ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ LBS സെന്റർ ഗെറ്റിംഗ് ദി അഡ്മിഷൻ ടു ദി ഗവൺമെന്റ് സീറ്റ്. ഗവൺമെന്റ് സീറ്റിൽ കിട്ടണമെങ്കിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, ആ എക്സാം ക്വാളിഫൈ ചെയ്യണം. സെലക്ഷൻ ടു ദ മാനേജ്മെന്റ് സീറ്റ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടി വരും മാനേജ് സീറ്റിലൊക്കെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു. റിസർവേഷൻ സീറ്റുകളുണ്ട്, ഓരോ ഇതിന്റെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറ്റിന്റെ ഒരു പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ജനറൽ മെറിറ്റിന് 50% ആണ്. ബാക്കിയുള്ളത് ഓരോ ഒരു ക്ലാസ്സുകളുടെ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീറ്റുകളുടെ ഒരു കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി അനുസരിച്ചിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. നമ്മൾ സിലബസ് ആണ്, അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, റെഡി. ഓക്കെ 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 നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാണയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വായിച്ച് നോക്കണേ, ഹൗ ടു അപ്ലൈ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരുവിധം പഠിക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. രജിസ്ട്രേഷൻ പ്രോസസ്സ്, അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, റെഡി. എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചാണ്. 90 മിനിറ്റ് ആണ് നമ്മുടെ എക്സാമിനേഷൻ. 100 മാർക്കിനാണ് നമ്മൾ എഴുതുന്നത്. വിച്ച് മീൻസ് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ദർ ഇസ് നോ നെഗറ്റീവ് മാർക്ക്. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇറ്റ് ഷാൾ ബി ഇൻ സോൾ റെസ്പോൺസിബിൾ ഒരു കാൻഡിഡേറ്റ് ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 ദിവസം മുന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് വരിക എന്നുള്ള കാര്യം. അപ്പോൾ അതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സൈറ്റിൽ കൃത്യമായിട്ട് സൈറ്റിൽ എന്ത് ചെയ്യും, വരും. സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഫ്രീക്വൻ്റ് ഒരു ദിവസം എങ്കിലും, ഒരു ദിവസം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റ് രാവിലെയോ വൈകുന്നേരം, അധികം വൈകുന്നേരങ്ങളിലായിരിക്കും അപ്ഡേഷൻ വരിക. വൈകുന്നേരം ഫ്രീക്വൻ്റ് എന്ത് ചെയ്യുക, സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നേരത്തെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ കാര്യം കിടക്കുന്നത്. പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100 ആണ്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അപ്പം എന്താണ്, ഈച്ച് ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതമാണ്. നിങ്ങൾക്ക് എഴുതാനുള്ള സമയം 90 മിനിറ്റ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. റെഡി. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു സിലബസ് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ മുന്നേ പ്ലാൻ ചെയ്യണം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ ഒരു എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻട്രൻസ് എക്സാമിൻ്റെ കേസിൽ സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പണ്ട് പഠിച്ച പോലെ ഒരു ഡീറ്റെയിൽ സിലബസ് ഒന്നും ഉണ്ടാവില്ല. ടോപ്പിക്സ് ഉണ്ടാവുള്ളൂ. എന്താണ് ടോപ്പിക്സിന്റെ പേര്.
ഇനി അതിൽ തന്നെ സബ് ടോപ്പിക്സും മേ ബി എന്ത് ചെയ്യാൻ പറ്റും, കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ചിലതിൽ ഞാനൊരു എക്സാമ്പിൾ പറയണേ, പ്ലസ് ടു ലെവൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പ്ലസ് 2 ലെവൽ മാത്തമാറ്റിക്സ്. ചിലപ്പോൾ അതിൽ സബായിട്ട് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൊടുത്തിട്ടുണ്ടാവും സിലബസ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ കവർ ചെയ്യേണ്ടത് ഒരു വലിയ ഏരിയ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് എല്ലായിടത്തും ക്വസ്റ്റ്യൻ വരുമോ ചോദിച്ചാൽ ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എന്തില്ല, ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചു. അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല. ഓക്കെ, നിങ്ങൾ MCAയുടെ അല്ലെങ്കിൽ മറ്റുള്ള എക്സാമിനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കുറച്ചും കൂടി അതിന്റെ സബ് ടോപ്പിക്സുമായിട്ട് അതിന്റെ താഴേക്ക് വരുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഇന്ന ടോപ്പിക്സ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസിൽ എൻട്രൻസ് എക്സാം അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിലബസ് ഇല്ല എന്നൊന്നും വിചാരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട എക്സാമിനേഷൻ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനറൽ ഇംഗ്ലീഷിന്റെ പേപ്പറാണ്. ഓക്കെ, ജനറൽ ഇംഗ്ലീഷ് ആണ്. 25 ക്വസ്റ്റ്യൻ ആണല്ലോ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 25. അതിനുശേഷം എന്താണ്, മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് ആണ്. മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗും 25 ക്വസ്റ്റ്യൻ ആണ്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് നെക്സ്റ്റ് 25 എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ അവയർനെസ്സും നെക്സ്റ്റ് 25 പെടുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുന്നത് ഒരു BCA ആണ്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ആണ്. അതിലേക്ക് നമുക്ക് എന്താണ്, കമ്പ്യൂട്ടർ നിങ്ങൾ എഴുതുന്ന 100 മാർക്കിന്റെ എക്സാമിൽ CS-ലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. എന്താണ്, ജസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അടുത്ത 25 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മാത്സിനായിരിക്കും. നിങ്ങൾ +2 വരെ പഠിച്ച മാത്സ് ആണ് നിങ്ങൾ അടുത്തത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്. അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാവും. മാത്സും ലോജിക്കൽ റീസണും കൂടി കൂടിയിട്ടാണ് നിങ്ങൾക്ക് 25 മാർക്കിന്. അപ്പോൾ CS പ്ലസ് മാത്സ് മാത്രം എത്രയേ ഉള്ളൂ, 50 മാർക്കിനേ ഉള്ളൂ. ഓക്കെ, 50 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ 100-ൽ 50 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച CS, അതായത് +1 +2 CS നിങ്ങൾ പഠിച്ചത്, അല്ലെങ്കിൽ CS ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർ ജനറൽ ആയിട്ട് വരുന്ന നിങ്ങളുടെ എന്താണ് കമ്പ്യൂട്ടർ അവയർനെസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് കമ്പ്യൂട്ടർ സയൻസ് എന്നല്ല, കമ്പ്യൂട്ടർ അവയർനെസ്. നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മാത്സിലേക്ക് വരുമ്പോൾ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ച 10th വരെ പഠിച്ച അല്ലെങ്കിൽ +2 വരെ പഠിച്ച മാത്സ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് ചെറുതായിട്ട്. ഇത് രണ്ടും നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് 50 മാർക്കിനുള്ള കാര്യങ്ങളെ നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ GK, അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് എന്നുള്ള സാധനമാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നിങ്ങളെ ഈ എക്സാമിൽ നിങ്ങളെ റാങ്ക് എത്ര അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ എത്രയും തീരുമാനിക്കുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നാണ് GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്. ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ പറ്റുന്നില്ല. ഒരു GK അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനം. അപ്പം അതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ചെറിയ ഇംഗ്ലീഷും കാര്യങ്ങളായിരിക്കും, ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല, നമുക്ക് ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാവുന്നേ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഒരു 6 മന്ത് ബാക്കിലേക്കുള്ള അല്ലെങ്കിൽ 1 ഇയർ ബാക്കിലേക്കുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ നോക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്പോർട്സ് എന്ന് പറയുന്നത്. എന്താണ് സ്പോർട്സ് എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സ്പോർട്സ് എന്ന് പറയുമ്പോൾ സ്പോർട്സിൽ വന്നിട്ടുള്ള അച്ചീവ്മെന്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അത് ഓരോ ആളുകളുടെ പേര്, അവരുടെ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ക്രിക്കറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. ഓക്കെ, റെഡി. അതിനുശേഷം GK ആണ്. GK ജനറൽ നോളേജ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അതും ഒരു +2 ലെവലിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ സിലബസ് ഒരിക്കലും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി OMR ബേസ്ഡ് ആണ്, നിങ്ങൾ കറപ്പിക്കലാണ് എക്സാം. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ എക്സാമിന് തൊട്ട് മുന്നുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാം. MCAയുടെ പ്ലേലിസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം. OMR ആണ്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, GK, കറണ്ട് അഫയേഴ്സ് ആൻഡ് ഇംഗ്ലീഷൊക്കെ ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. മാത്സ് ആൻഡ് CS-ന്റെ കാര്യം എന്ത് ചെയ്യാം, നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. CS ആൻഡ് മാത്സ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ, ബാക്കപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉള്ളൂ. അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ CS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ അവയർനെസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. കമ്പ്യൂട്ടർ അവയർനെസ് എന്ന് പറഞ്ഞാൽ ജനറൽ
ഒരു ടോപ്പിക്കാണ്. നമുക്ക് ജനറലായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തുള്ളൂ. അപ്പം മാക്സിമം നോക്കാം, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഫർദർ ഞാൻ അതിൻ്റെ നമ്മുടെ എന്താണ് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നീട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയാം. ഇനി പറയുന്ന എന്താണ് മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ശേഷം കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ കാൻഡിഡേറ്റ് സ്കോറിംഗ് ഹയർ മാർക്ക് ഇൻ സെക്ഷൻ കമ്പ്യൂട്ടർ അവയർനെസ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ വിൽ ബി പ്ലേസ്ഡ് ഹയർ ഇൻ റാങ്ക്. CS നമ്മൾ എത്ര സ്കോർ ചെയ്തു അതാണ് റാങ്കിൽ ഹയർ ആയിട്ട് എന്ത് ചെയ്യുക, പ്രയോറിറ്റി എന്താണ് CS-നാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യും, ഒരു ഹയർ മാർക്കിൽ ഒരേപോലെ ടൈ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് നോക്കുന്ന എന്താണ്, കാൻഡിഡേറ്റ് സ്കോർ ചെയ്ത ജനറൽ നോളേജ് കറണ്ട് അഫയേഴ്സ് ആണ്. എന്നിട്ടും ഉണ്ടെങ്കിൽ ഓരോന്നും അതുപോലെ തന്നെ മാത്സ് ലോജിക്കലൊക്കെയാണ് നോക്കുക എന്നുള്ള കാര്യങ്ങൾ. ഒരു ടൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് മുന്നേ തന്നെ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റെഡിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്രയും കാര്യങ്ങൾ അതിലുള്ളൂ. പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ കോഴ്സ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ ബേസിസ് ഓഫ് ടോട്ടൽ മാർക്ക് സെക്യൂർഡ് ബൈ ദ കാൻഡിഡേറ്റ് ഫോർ ദ എക്സാമിനേഷൻ. ദോസ് ഹു ഹാവ് സെക്യൂർഡ് above zero will be included in the rank list. ഓക്കെ, അപ്പോൾ ഒരു മിനിമം ഇത് പറയുന്നില്ല, എല്ലാവരും എന്ത് ചെയ്യും, 0ന് മുകളിൽ സ്കോർ ചെയ്ത എല്ലാവരുടെയും എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് ഇടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. മറ്റേത് എന്തെങ്കിലും ഒരു മിനിമം ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു മറ്റുള്ള എക്സാമിനൊക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു മിനിമം. ഓക്കെ, മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ്, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൽ നിങ്ങൾ നോക്കാനില്ല. ഓക്കെ, പാസ്വേഡ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഇതൊക്കെ നമ്മുടെ എക്സാമിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കിയാൽ മതി. ഓരോന്ന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. റീഫണ്ട് അതർ കാര്യങ്ങളൊക്കെ അപ്പം അതിൽ വലിയ കുഴപ്പമില്ല. പിന്നെ കോളേജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാട്ടോ, ഏതൊക്കെയാണ് കോളേജുകൾ അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തത്, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനും കാര്യങ്ങളൊക്കെ. ഓക്കെ, റെഡി. അപ്പോൾ അവിടെ നമ്പർ ഓഫ് സീറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഡി. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളത്. മറ്റുള്ള അതിൽ അറ്റാച്ച് ചെയ്ത ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കുക. എക്സ്ട്രാ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കേരളൈറ്റ് നോൺ കേരളൈറ്റിൻ്റെ ഒക്കെ പുറത്തുള്ള ആളുകൾക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. OMR ഷീറ്റും എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ OMR ഷീറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇത് MCAയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് തരാം കേട്ടോ. OMR എങ്ങനെ എന്തൊക്കെ ചെയ്യണം കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകാരും ഉണ്ടാവും ചിലപ്പോൾ ഇതിൽ. ഓക്കെ, റെഡി. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്യുന്നതാണ് CS-ഉം അതുപോലെ തന്നെ മാത്സുമാണ്. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ CS ക്വസ്റ്റ്യൻസും, അതായത് സിലബസ് എന്താണ് ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ അവെയർനെസ് മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ അവെയർനെസ് മാത്രമേ ഉള്ളൂ. അതായത് CS-ൽ ഒട്ടുമിക്ക എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്നത് നോട്ട് ഓൺലി ഫോർ LBS അതുപോലെ തന്നെ എന്താണ് CS-ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് ഞാൻ എന്ത് പറഞ്ഞുതരാം, MCAയുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ചാനലിൽ തന്നെ എന്തുണ്ട്, MCAയുടെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. അതിലെ CS ക്വസ്റ്റ്യൻസ് മാത്രം പോയി കാണാം. മാത്സ് കാണണമെന്ന് ഞാൻ പറയില്ല, കാരണം മാത്സ് കുറച്ച് ഹയർ ലെവൽ മാത്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതിൽ CS ക്വസ്റ്റ്യൻസ് പതുക്കെ കാണുക. അതിൽ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട സബ് ടോപ്പിക്സ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് CS-ന് ക്വസ്റ്റ്യൻസ് ഒരു ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇനിയിപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈവ് പോയി കണ്ടാൽ മതി. ലൈവ് ഒരു 3 മണിക്കൂറിന് മുകളിലുള്ള ലൈവ് ഉണ്ട്. ഏകദേശം ഒരു 500+ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് CS-ലെ മാത്രം. അപ്പം നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CS-നെ കുറിച്ചുള്ള ഏകദേശം നല്ലൊരു നോളേജ് ഉണ്ടാവും. അപ്പോൾ +2 ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാധനം എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BCAയുടെ തുടർന്നുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഈ എക്സാം എഴുതുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട്, അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഡിസ്ക്രിപ്ഷനിലല്ല, എവിടെ, പ്രൊഫൈലിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ക്ലാസ്സുകൾ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. റെഡി.